ബാംഗ്ലൂരൊക്കെ വരുന്നതിന് മുമ്പ് 2018 ഞാൻ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ ഒരു ട്രെക്കിങ്ങിന് പോയായിരുന്നു. അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അവിടെ നിന്ന് ഒരു കരിയർ ഗ്യാപ്പ് ഒക്കെ എടുത്ത സമയമായിരുന്നു. അതുകൊണ്ട് കുറെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ട്രെക്കിങ്ങിനോട് അത്ര താല്പര്യം ഉണ്ടായിട്ട് പോയതൊന്നല്ല. അതൊരു ഒരു ഞാൻ പറഞ്ഞ പോലെ കരിയർ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പോകുന്ന വരെ പോവാം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ അങ്ങനെ സില്ലി ആയിട്ട് എടുത്ത് പോകാൻ പറ്റിയൊരു സംഭവമല്ല ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെക്കിങ്ങിന് പോകുന്നതെന്ന് എനിക്ക് പോയി അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്ലൈറ്റ് കിട്ടാത്തതുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡൽഹിയിൽ ചെന്ന് 6-7 മണിക്കൂർ ഇരുന്നിട്ടാണ് അടുത്ത ഫ്ലൈറ്റ് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ചെന്ന് ലാൻഡ് ചെയ്തത്. ഇത് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ എത്തുമ്പോൾ ഇന്ത്യ ആണെന്നേ വിചാരിക്കുള്ളൂ. പക്ഷെ നേപ്പാളും ഇന്ത്യയും തമ്മിൽ നമുക്കറിയാലോ, ജിയോഗ്രഫിക്കലി ജസ്റ്റ് ആ ഒരു ബോർഡറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കും. ഞാൻ ഹിമാലയൻ വാണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു നേപ്പാളിലെ തന്നെ ട്രാവൽ ഏജൻസി വഴി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അവര് വന്ന് അവരുടെ തന്നെ ക്യാബിൽ നേരെ നമ്മളെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണേ. നമ്മൾ തിരിച്ച് ഈ ഹോട്ടൽ റൂമിൽ ബേസ് ക്യാമ്പ് ട്രെക്ക് എല്ലാം കഴിഞ്ഞ് വരുന്നത് വരെ. പിറ്റേന്ന് നമുക്കറിയാം എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ട്രെക്കിങ്ങിന് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഭാഗം കാഠ്മണ്ഡുന്ന് ലുക്ലയിലോട്ട് പോകുന്ന ഫ്ലൈറ്റാണ്. ഈ കാണുന്ന ഈ ട്വിൻ ഓട്ടർ ചെറിയ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകേണ്ടത്. അതും അത്രയ്ക്ക് വിൻഡി ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്. ലുക്ല എയർപോർട്ട് തന്നെ ചെറിയൊരു എയർപോർട്ടാണ്. ഇങ്ങനെ സൈഡിലേക്ക് ലീൻ ചെയ്ത് താഴത്തേക്ക് ഇരിക്കുന്ന ഒരു എയർപോർട്ടാണ്. അങ്ങോട്ട് പോകുന്ന ആ ഫ്ലൈറ്റ് ഒരൊറ്റ പ്രാവശ്യം അതിനകത്ത് കയറി പോയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മളെ ടർബുലൻസും എയർ പോക്കറ്റ്സ് എല്ലാം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു എപ്പിറ്റോം എന്ന് പറയാം, അതായിരിക്കും ലുക്ല. കാഠ്മണ്ഡു ടു ലുക്ല 25-30 മിനിറ്റേ ഉണ്ടായുള്ളൂ ആ ഫ്ലൈറ്റ്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിലൊക്കെ കയറാൻ പേടിയുള്ളവർ അതിനകത്ത് ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞാൽ തീരുമാനവും. അങ്ങനെ ലുക്ലേ ചെന്നു. അപ്പം നമ്മുടെ ടീമിലുള്ള പലരും പല പല ഫ്ലൈറ്റിലായിരുന്നു. കാരണം ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു ഫ്ലൈറ്റിൽ തന്നെ കയറി വരാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും, ഞാനും ചെന്നൈയിലുള്ള പ്രഭു എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു, അവിടെ ചെന്നിട്ട് പരിചയപ്പെട്ടതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഈ കാണുന്ന ലുക്ല എയർപോർട്ടിൽ ഒരു ഹോട്ടലിന്റെ റെസ്റ്റോറൻറ്റിന്റെ മുകളിൽ ഫുഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടീമിലുള്ള ബാക്കിയുള്ള എല്ലാവരും വന്നു. എന്നിട്ടാണ് നമ്മൾ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ലുക്ലയിൽ നിന്ന്. അന്ന് തന്നെ ലുക്ലയിൽ നിന്ന് ഫാക്ടിങ്ങിലേക്കാണ് ഫസ്റ്റ് ഡേ നമ്മൾ ട്രെക്ക് ചെയ്യുന്നത്. ലുക്ലയിൽ നിന്ന് ഫാക്ടിങ്ങിലേക്ക്. ഫാക്ടിങ് എനിക്ക് തോന്നുന്നൊരു 2600 സംതിങ് മീറ്റർ ആണ് ഫാക്ടിങ്ങിന്റെ ആൾട്ടിറ്റ്യൂഡ്. അത് ലുക്ലയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ ആൾട്ടിറ്റ്യൂഡൊന്നുമല്ല. എന്നാലും നമ്മൾ പതിയെ നടന്ന് വെള്ളം കുടിച്ചിട്ട് വേണം പോകാൻ. എൻ്റെ ഏറ്റവും ആദ്യത്തെ ട്രെക്കിംഗ് എക്സ്പീരിയൻസും അതേപോലെ ഈ കാണുന്ന സസ്പെൻഷൻ ബ്രിഡ്ജ് എല്ലാം ക്രോസ് ചെയ്യുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതും ഈ കാണുന്ന ടീമിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും വെച്ചാൽ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ഞാനും പ്രഭുവും മാത്രമാണ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങള് പക്ഷെ എല്ലാവരും ട്രെക്കിംഗ് എല്ലാം ചെയ്ത് ട്രിപ്പ് എല്ലാം പോയി എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു അവരൊക്കെ. ഞാനാണ് ആദ്യമായിട്ട് കോളേജെല്ലാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയത്. എനിക്കായിരുന്നു എക്സ്പീരിയൻസ് കുറവും. പക്ഷെ എല്ലാവരും നമ്മളെക്കാളും നല്ല പ്രായവും മെച്യൂരിറ്റി ഉള്ളവരായിരുന്നുകൊണ്ട് എല്ലാവരും നമ്മളെ ശരിക്കും ഗൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്താണ് കൊണ്ടുപോയത്. ഫാക്ടിങ്ങിലേക്ക് പെട്ടെന്ന് എത്തി. ഇപ്പൊ കാണുന്ന പോലെ നല്ല മൂടലായി. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും വെതറൊക്കെ സെക്കൻഡ് കൊണ്ടാണ് അവിടെ മാറുന്നത്. ഫാക്ടിങ്ങിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അന്ന് എത്തിയത് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. എൻ്റെ ഒരു ഗോപ്രോ വന്നിരിക്കണം. ആ ഗോപ്രോ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കണത്. ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണം. അതിനെന്താ പറയണമെന്ന് ഞാൻ പറഞ്ഞു. ടീ ഷോപ്പ് ഒന്നുമല്ലല്ലോ, ടീ സംതിങ് അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്ലേസസിനെ പറയണത്. ഈ സ്റ്റേ ചെയ്യുന്നത് എല്ലാം മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലേസസ് ആണ്, തണുപ്പുള്ള സ്ഥലങ്ങളായതുകൊണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ എനിക്ക് തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ ദൂത് കോശി റിവർ ആയിരിക്കും. എൻ്റെ റൂംമേറ്റ് നമ്മുടെ മറ്റേ
അയ്യോ പുള്ളിയുടെ പേര് പറഞ്ഞല്ലോ. അങ്ങനെ ഫാക്ടിങ്ങിലെത്തി. ഫാക്ടിങ്ങിൽ അപ്പോഴത്തേക്കും നല്ല തണുപ്പായി. വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കണേ. നല്ല തണുപ്പായി അപ്പോഴത്തേക്കും. അങ്ങനെ പിറ്റേ ദിവസമാണ് ഫാക്ടിങ്ങിൽ നിന്ന് നമ്മൾ നംചെ ബസാറിലോട്ട് പോകുന്നത്. നംചെ ബസാറിലേക്ക് പോകുന്ന ദൂരം നല്ല ദൂരം ഉണ്ടെന്ന് മാത്രമല്ല, നംചെ ബസാർ എനിക്ക് തോന്നുന്നു 3400 മുകളിൽ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒക്കെ വരാൻ അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് എല്ലാം ആദ്യം കണ്ടു തുടങ്ങാൻ ചാൻസ് ഉള്ളത് നംചെ ബസാറിലാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും പതിയെ നമ്മുടെ നടത്തമെല്ലാം കുറച്ച് സ്ലോ ആയി തുടങ്ങും. കാരണം എയർ തിന്നാവുന്നു, ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരുന്നു. നമ്മുടെ ഹാർട്ടും ലങ്സും എല്ലാം, മെയിനായിട്ട് ലങ്സ് ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ നല്ലോണം ഭക്ഷണം കഴിക്കുക, അതിൻ്റെ ഒപ്പം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ സസ്പെൻഷൻ ബ്രിഡ്ജസ് എല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ 2ാമത്തെ ദിവസവും നടക്കാണ്. നല്ല തണുപ്പുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ ഒപ്പം നല്ല വെയിലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഈ ട്രക്കിങ്ങിലൊക്കെ പോകുന്നത്. ഈ കാണുന്നത് ഹിലാരി ബ്രിഡ്ജാണ് കേട്ടോ. എനിക്കൊന്ന് നേപ്പാളിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഹിലാരി ബ്രിഡ്ജ്. ഇത് ക്രോസ് ചെയ്തത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 7 to 8 വർഷമായി ഇത് കഴിഞ്ഞിട്ട്. ഈ വാക്കിംഗ് സ്റ്റിക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും, കാരണം അത് ഭയങ്കര ഉപകാരമാണ് ഇങ്ങനത്തെ ട്രെക്കെല്ലാം ചെയ്യുമ്പോൾ. ഓക്കെ, നംചെ ബസാർ എത്തി. നംചെ ബസാർ നമ്മൾ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ടൗണാണ്. അവിടെ ഇല്ലാത്ത, ആ സെറ്റിൽമെൻറ്റിൽ ഇല്ലാത്ത ഫെസിലിറ്റീസ് ഒന്നുമില്ല. സ്കൂളും ഹോസ്പിറ്റൽസും അവരുടെ ഫാമിങ്ങും എല്ലാ സെറ്റിങ്സും ഉണ്ട്. അവിടുത്തെ സ്റ്റേ ആണ് ഈ കാണുന്നത്. അതും നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഹിമാലയൻ വാണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏജൻസിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നെ. ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നല്ല ചൂട് ചായയും വെള്ളമെല്ലാം കുടിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. പക്ഷെ ഈ ഇരിപ്പിരുന്നപ്പോൾ തന്നെ എനിക്ക് ചെറിയ രീതിയിൽ തലവേദന എല്ലാം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടൊരു റൂംമേറ്റ് ആയിരുന്നു അവിടെ വെച്ച്. അപ്പോൾ ഞങ്ങളുടെ നേരെ റൂമിലേക്ക് പോയി. പെട്ടെന്ന് ഇരുട്ടുമാവുമല്ലോ. ഒരു 6-7 മണി ആയപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് നല്ലൊരു തലകറക്കമൊക്കെ വന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. കാരണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ ബോഡി ശരിയാവും, എല്ലാം അഡ്ജസ്റ്റഡ് ആയിട്ട്. ഇത് പിറ്റേ ദിവസമാണ്. പക്ഷെ നംചെ ബസാറിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് വീണ്ടും ട്രെക്കിങ് തുടങ്ങില്ല. ശരിക്കും അടുത്തത് പോകേണ്ടത് ഫോർട്ട്സേ എന്ന് പറഞ്ഞ ടൗണിലേക്കാണ്. ഫോർട്ട്സേ 3800 സംതിങ് ആണ്. പക്ഷേ നംചെ ബസാറിൽ ഒരു ദിവസം നിന്ന് അവിടെ ചെറിയൊരു ട്രെക്കിങ് കൂടി ചെയ്ത് അക്ലിമറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ട്രെക്കിങ് ചെയ്യുള്ളൂ. ഇപ്പം ഈ കാണുന്നത് ട്രെക്കിംഗ് അല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഹിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുവാണ്. അതായത് ഹാർട്ടിൻ്റെ അടുത്ത്, ലെൻസിൻ്റെ അടുത്ത് നമ്മൾ പറയാണ് നമ്മൾ സ്ലോലി ഒരു സ്ഥലത്തേക്ക് മുകളിലേക്ക് പോകുന്നുണ്ട്, പക്ഷെ തിരിച്ച് ഇറങ്ങി വരികയും ചെയ്യും, പ്രശ്നങ്ങളൊന്നുമില്ല. നാളെയാണ് ശരിക്കും നമ്മളിത് ഇൻ ആക്ഷൻ ആക്കാൻ പോകുന്നത്. അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ആ ഹില്ലിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് എവറസ്റ്റും അതേപോലെ ലോട്ട്സേം ആമാദബ്ലോം എല്ലാം കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് തന്നെ മക്കാലും കൂടി കാണാൻ പറ്റിയിരുന്നു, അതെനിക്ക് ഓർമ്മയില്ല. പക്ഷേ എവറസ്റ്റ് ഇവിടെ നിന്ന് നല്ല രീതിയിൽ കാണാമായിരുന്നു. ഇപ്പം ഞാൻ ഈ ചൂണ്ടി കാണിക്കുന്നത് കറക്റ്റ് എവറസ്റ്റിൻ്റെ വ്യൂ ആണ്. നമ്മുടെ കൂടെ ഇപ്പം ആ സയൻസ് എല്ലാം കാണിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് നമ്മുടെ ഗൈഡ്. പുള്ളിയുടെ പേര് ലക്പ ഷെർപ്പ എന്നായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് എവറസ്റ്റ് കണ്ടതല്ല. എവറസ്റ്റ് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ലക്നൗന്ന് സിലിഗുരിയിലേക്കൊക്കെ ഫ്ലൈറ്റിന് പോകുമ്പോൾ കറക്റ്റായിട്ട് എവിടെ നോക്കണം എന്നറിയാവുന്നവർ നോക്കിക്കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് നമുക്ക് ഫ്ലൈറ്റിലിരുന്ന് തന്നെ കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ താഴെ നംചെ ബസാറിൽ റൂമിലേക്ക് വരാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ ഫോർട്ട്സേയിലേക്ക് പോണത്. ഫോർട്ട്സേയിലേക്ക് പോകുമ്പോൾ ശരിക്കും ഇപ്പോൾ ആ റൈറ്റ് സൈഡിൽ എവറസ്റ്റ് കാണാം. നംചെ ബസാറിൽ നിന്ന് ഫോർട്ട്സേയിലോട്ട് പോകുമ്പോൾ ഏറ്റവും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ആമാദബ്ലോണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ 2 എണ്ണമായിട്ട് വന്നതാണ് ആമാദബ്ലം. 6000 above ആണ് ആമാദബ്ലത്തിൻ്റെ ഹൈറ്റ്. ഇതിനകത്ത് മാത്രം ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മൗണ്ടൻ്റെ മുകളിൽ കയറാനായിട്ട് എത്രയോ പേര് കണ്ടെന്നറിയോ. ഇത് ഫോർട്ട്സേയിലൊക്കെ ഉള്ള വഴിയാണ്. പിറ്റേ ദിവസം ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നമ്മൾ നിർത്തി ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മുടെ പാക്കേജിലുള്ളതുണ്ട്. അതിനെല്ലാം നമ്മൾ ആദ്യമേ പൈസ പേ ചെയ്തിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഫോർട്ട്സേയിലേക്ക് പോകാൻ നേരത്താണ്
ആദ്യമായിട്ട് സ്നോഫോൾ തുടങ്ങണേ. അപ്പോഴത്തേക്കും 3000 to 4000, ഓൾമോസ്റ്റ് 4000 മീറ്റേഴ്സ് ആൾട്ടിറ്റ്യൂഡായി. അപ്പോൾ അതോടുകൂടി എനിക്ക് തോന്നുന്നു എൻ്റെ ഗോപ്രോയും അത് കഴിഞ്ഞ് പിന്നെ വർക്കാവാണ്ടായിരുന്നു. കാരണം ഞാൻ ഫോണിൽ ഇതേ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം നല്ല സ്നോഫോൾ പോയി, തണുപ്പ് പോയി. എൻ്റെ ഗോപ്രോയുടെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്യണ ചെറിയ ഡോറില്ലേ, അത് ഒടിഞ്ഞു പോയി. ഫുൾ മഞ്ഞും എല്ലാം ക്യാമറയുടെ അകത്തോട്ട് കയറാൻ തുടങ്ങി. പിന്നെ ഞാൻ ശരിയാക്കി എടുത്തു. ഇത് നമ്മൾ ദിങ്ബോച്ചയിലെത്തി. ദിങ്ബോച്ച എന്ന് പറയുമ്പോൾ 4410 മീറ്ററിന് മുകളിലായി. അത് കഴിഞ്ഞാൽ പിന്നെ സ്നോ മാത്രമേ ഉള്ളൂ. ഇത് ദിങ്ബോച്ചയിലെ പിറ്റേ ദിവസം. ഇപ്പം നേരെ നോക്കിക്കഴിഞ്ഞാൽ മക്കാലു കാണാൻ പറ്റും. മക്കാലു എനിക്ക് തോന്നുന്നു ഹയസ്റ്റ് മൗണ്ടൻസിൽ 14 or 15 ഹയസ്റ്റ് മൗണ്ടൻസിൽ ഒരെണ്ണമാണ് മക്കാലു. ദിങ്ബോച്ചയിൽ എനിക്ക് സത്യം പറഞ്ഞ തലവേദനയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ടീമിലുണ്ടായിരുന്ന സുഹാസിനി എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യ എന്നുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവർക്ക് കുറച്ച് സീരിയസ് ഇൻ ദ സെൻസ് തലകറക്കം മാറണില്ല. അമദബലത്തിൻ്റെ ഏറ്റവും നല്ല വ്യൂ കാണാൻ പറ്റിയിരുന്നത് ഇവിടെ നിന്നായിരുന്നു. ഇപ്പം നേരെ കാണുന്നതാണ് അമദബലം. ദിങ്ബോച്ചയിൽ നിന്ന് നിൽക്കുമ്പോൾ, ദിങ്ബോച്ചയിൽ നിന്ന് നമ്മൾ ലൊബൂച്ചയിലേക്ക് പോകാൻ നേരത്താണ് ഈ ക്ലിയർ വ്യൂ കിട്ടുന്നത്. എവറസ്റ്റും അമദബലവും ലോഡ്സയും മക്കാലും എല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് യാത്ര നമ്മുടെ കുറച്ച് നേരത്തേക്കും മുടങ്ങി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചീനെ ഹെലികോപ്റ്ററിൽ തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. കാരണം അവർക്ക് നല്ല തലകറക്കമൊക്കെ ആയിട്ട് അൺകോൺഷ്യസ് ആയിപ്പോയി. അപ്പോൾ എത്രയും പെട്ടെന്ന് ലോവർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകാന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രകാശ് പയ്യ ഇപ്പം ഈ കാണുന്ന പുള്ളി ഇന്നില്ല, മരിച്ചുപോയി കഴിഞ്ഞ കൊല്ലം. പക്ഷെ പുള്ളിയൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. പുള്ളിയുടെ കയ്യിൽ മാത്രമേ അന്ന് ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ. DSLR ക്യാമറ, ഒരു മിറർലെസ് ക്യാമറ ഉണ്ടായിരുന്നു പുള്ളിയുടെ അടുത്ത്. ഇത് ഇപ്പം എൻ്റെ പുറകെ കാണുന്നതാണ് പൂമോരിയും 7000 മീറ്റേഴ്സിന് അബവ് ഉള്ള മൗണ്ടനാണ്. പൂമോരി ശരിക്കും നമ്മൾ ഗോരക്ഷേപ്പിലെത്തുമ്പോൾ ശരിക്കും കാണാൻ പറ്റും. അതായത് എവറസ്റ്റിൽ നിന്ന് അധികം ദൂരമല്ല പൂമോരി. പക്ഷെ റൈറ്റ് സൈഡിൽ ക്ലൗഡി ആയിട്ട് മൊത്തം കിടക്കുന്നതുകൊണ്ട് നമുക്ക് എവറസ്റ്റ് കാണാൻ പറ്റില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പൂമോരിയാണ്. ഇതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഗോരക്ഷേപ്പല്ല, ലൊബൂച്ച എത്തി. ലൊബൂച്ച കഴിഞ്ഞാൽ അടുത്തതാണ് ഗോരക്ഷേപ്പിൽ എത്തിക്കഴിഞ്ഞാൽ 5100 മീറ്ററിന് മുകളിലാവും. ഇതാണ് ഗോരക്ഷേപ്പ്. ആ റൈറ്റ് സൈഡിൽ നേരെ അറ്റത്ത് നമുക്ക് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പും കാണാം. ഞാനിത് പോർട്രേറ്റ് മോഡിലൊക്കെ എടുക്കുന്നതിന് കാരണം എനിക്ക് വലിയ റിലേ ഇല്ലാണ്ടായി അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും. കാരണം ബോഡി എല്ലാത്തിനും അഡ്ജസ്റ്റ് ആയെങ്കിലും വല്ലാത്ത ഡ്രൈനെസ്സും തലയ്ക്ക് ചെറിയ വേദനയും കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ നേരെ പിടിച്ച് ഫോട്ടോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായില്ല. ഈ കാണുന്നതാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ശരിക്കും ആ ഒരു കല്ല് മാത്രമേ ഉള്ളൂ, നമുക്ക് അവിടം വരെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പോകുന്നത് ഈ മൗണ്ടൻ ക്ലൈംബിങ്ങിന് പോകുന്നവരും എവറസ്റ്റിൻ്റെയും ലോഡ്സയുടെയൊക്കെ മുകളിലേക്ക് പോകുന്നവരാണ്. നമുക്ക് ഇവിടെ വരെ പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നെങ്കിലും എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയിട്ട് വരാൻ, അങ്ങോട്ട് മൊത്തം ട്രക്ക് ചെയ്യാനും തിരിച്ച് ഇങ്ങോട്ട് ട്രക്ക് ചെയ്ത് വരാനും എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ആഴ്ച എടുത്തു. 13 to 14 days അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള ട്രക്കിങ്. എനിക്ക് ഈ ഇയർ ഡ്രമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകാന്ന് പറയുന്നത് അത്ര വലിയ നല്ലൊരു ഐഡിയ ആയിരുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനൊരു മൈൻഡ് സെറ്റ് ഉള്ളൊരു സമയത്തായിരുന്നു ഒന്ന്, എന്ത് വന്നാലും വരട്ടെ, എന്തായാലും പോയിട്ട് വരാമെന്നുള്ള. അങ്ങനെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയിട്ട് വന്നു. ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ വേറെ യൂട്യൂബ് ചാനൽ ഇട്ടിരുന്ന വീഡിയോ പെട്ടെന്ന് എന്തോ നോക്കിയപ്പോൾ കണ്ടപ്പോൾ വീണ്ടും എടുത്തിട്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ആരെങ്കിലും എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകാനുള്ള മോട്ടിവേഷനോ, ഇനി എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്നല്ല, എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാളും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അന്നപൂർണ്ണ ബേസ് ക്യാമ്പ്. അത് ഞാൻ ചിലപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഓൾറെഡി പോയതുകൊണ്ട് തോന്നുന്നതായിരിക്കും. പക്ഷെ ഞാൻ കണ്ട പലരും എൻ്റെ അടുത്ത് പറഞ്ഞതും അങ്ങനെയാണ്, രണ്ടും ചെയ്തിരുന്നവർ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ പോകാനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അന്നപൂർണ്ണയുടെ ബേസ് ക്യാമ്പിൽ പോകുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. രണ്ടും നേപ്പാളിൽ തന്നെയാണ്. അങ്ങനെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് വെറുതെ പോകുന്നതിനേക്കാളും നല്ലത് ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു ഏജൻസിയുടെ സപ്പോർട്ടോടുകൂടി പോകുന്നതായിരിക്കും. അതാകുമ്പോൾ നമുക്ക് ക്ലിയറൻസോ അക്കോമഡേഷനോ ഒന്നും വീണ്ടും നോക്കേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് വേണ്ടി അവർ ചെയ്തു തരും. പേയ്മെൻറ്റ് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഓഫ് കോഴ്സ് പേയ്മെൻറ്റ് ചെയ്യണം. So I just wanted to share my experience. Thank you.